ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽസ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം PDF ഫയലുകളിൽ നിന്നും സ്ക്രീനിൻ്റെ പ്രത്യേക ഭാഗങ്ങൾ സ്ക്രീൻഷോട്ടായി സേവ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ടുകൾ എടുക്കാമെന്നുള്ള ട്യൂട്ടോറിയലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും PDF ഫയലുകളുടെ പ്രത്യേക ഭാഗങ്ങൾ നമുക്ക് കോപ്പി ചെയ്തെടുക്കേണ്ടത് ആവശ്യമായിട്ട് വരാറുണ്ട്. അതായത് നിലവിൽ ഒരു PDFൽ ഉള്ള മാറ്ററുകൾ അതുപോലെ കോപ്പി എടുക്കണമെങ്കിൽ നമുക്ക് ടൈപ്പിംഗ് ഒഴിവാക്കിക്കൊണ്ട് കോപ്പി എടുക്കേണ്ട ആവശ്യകത നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിലുള്ള ചില പ്രത്യേക പോർഷനുകൾ സ്ക്രീൻഷോട്ടായി സേവ് ചെയ്യേണ്ട ആവശ്യകതയും വരാറുണ്ട്. അത് എപ്രകാരമാണ് സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ ഒരു PDF ഫയലിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഏത് PDFൻ്റെ പോർഷനാണ് PDF എടുക്കേണ്ടത് ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഉദാഹരണമായി ഞാൻ ഡൗൺലോഡ്സിൽ കുറച്ച് PDF ഫയലുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായി ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തത് ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറുണ്ട്. ഉദാഹരണമായി മാത്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഒരു ടെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് മാത്സ് ടെക്സ്റ്റിൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ ഈ ചിത്രമായിരിക്കും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഈ ചിത്രത്തിൻ്റെ അത്രയും പോർഷൻ മാത്രം നമുക്കൊരു സ്ക്രീൻഷോട്ട് അത്രയും ഭാഗം ഒരു പിക്ചർ ഫയലായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ എടുത്ത് വയ്ക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയലിൻ്റെ ആ ഭാഗം എടുത്ത് വച്ചതിന് ശേഷം ആപ്ലിക്കേഷൻസ്, അതിനകത്ത് ആക്സസറീസിനകത്ത്, ആപ്ലിക്കേഷനിലെ ആദ്യത്തെ ഓപ്ഷൻ ആക്സസറീസിൽ നിന്ന് നേരെ വലത്തോട്ട് പോകുമ്പോൾ ആ മെനൂസിൽ സ്ക്രീൻഷോട്ട് എന്ന ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻസ്, അതിനകത്ത് ആക്സസറീസിനകത്ത് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുക. സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ: ഗ്രാബ് ദ ഹോൾ സ്ക്രീൻ, ഗ്രാബ് ദ കറണ്ട് വിൻഡോ, സെലക്ട് ഏരിയ ടു ഗ്രാബ്. നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന മുഴുവനും ആണ് ഒരു സ്ക്രീൻഷോട്ടായിട്ട് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. കറണ്ട് വിൻഡോ, ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ വിൻഡോ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അത് സെലക്റ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. സെലക്റ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക പോർഷൻ നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കും. അത് മാത്രം സേവ് ചെയ്യാനായിട്ടാണ് സെലക്ട് ഏരിയ ടു ഗ്രാബ്. അപ്പോൾ ഞാനിവിടെ 3ാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൗസിൻ്റെ ഷേപ്പ് ഒരു പ്ലസ് ആകൃതിയിലോട്ട് വരും. നമുക്ക് ഏത് പോർഷൻ തൊട്ട് ഏത് പോർഷൻ വരുന്ന സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്നുകൊണ്ട് മൗസ് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മൗസ് റിലീസ് ചെയ്യരുത്, ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് തന്നെ അതിൻ്റെ ഏത് പോർഷൻ വരെ വേണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു അത്രയും പോർഷൻ സ്ക്രീൻഷോട്ടായിട്ടൊരു ഫയൽ നെയിം ചോദിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻഷോട്ട് എവിടെയാണ് വന്ന് കിടക്കേണ്ടത്. സേവ് ഇവിടെ ഡെസ്ക്ടോപ്പ് എന്നാണ് കിടക്കുന്നത്. നിങ്ങൾക്കൊരു പേര് കൊടുക്കാം, മാത്സ് ആക്ടിവിറ്റി 1 എന്നാണ് കൊടുത്തത്. ഇപ്പോഴത്തെ അതിൻ്റെ എക്സ്റ്റൻഷനാണ് PNG. അവിടെ ഒന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഫയൽ നെയിമിൻ്റെ മാത്രം സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും പോർഷൻ ഒരു ഫയലായി, സ്ക്രീൻഷോട്ട് ഫയലായി മാറി ഡെസ്ക്ടോപ്പിൽ സേവായി കിടക്കുന്നത് കാണാം. നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ ഡെസ്ക്ടോപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ഭാഗം ഒരു സ്ക്രീൻഷോട്ടിൻ്റെ അത്രയും ഭാഗം ഒരു ഫയലായിട്ട് കാണാം. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമുക്ക് ഒരു ടീച്ചിങ് നോട്ടോ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴോ ഈ പിക്ചർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാഠപുസ്തകത്തിൻ്റെ PDF ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നിശ്ചിത ഭാഗം നമ്മൾ സ്ക്രീൻഷോട്ടായി എടുത്തുക.
അതിനുശേഷം ആ ആക്ടിവിറ്റി നമുക്ക് ഗ്രൂപ്പുകളിൽ സെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ആക്ടിവിറ്റികൾ കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരു പി ഡി എഫ് ഫയലിൻ്റെ ഒരു നിശ്ചിത പോർഷൻ നമുക്ക് സ്ക്രീൻഷോട്ടായി എടുക്കാം. വേറെ ഒരു ടെക്സ്റ്റ് മാറ്റർ അതുപോലെ തന്നെ ഇതൊരു പിക്ചർ വരുന്നതാണെങ്കിൽ ടെക്സ്റ്റ് മാറ്റർ ഉൾപ്പെടെയുള്ളത് എങ്ങനെ എടുക്കണം എന്ന് നോക്കാം. ഒന്നുകൂടെ നോക്കാം. ഞാൻ നേരത്തെ എടുത്തതുപോലെ ഇംഗ്ലീഷിൻ്റെ സപ്പോസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഒരു നിശ്ചിത പോർഷൻ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്ന് കൊടുക്കുക. ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു പ്ലസ് സിമ്പലോട്ട് വരും. നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് എൻഡിങ് പൊസിഷൻ വരെയുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെടുത്ത് അതിൻ്റെ ഒരു പേര് ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ മാത്സ് ആക്ടിവിറ്റി 2 എന്ന് നമുക്ക് സേവ് ചെയ്യാം. ഇതെവിടെ സേവ് ചെയ്യണം നമ്മുടെ ചോയ്സാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ്സിൽ സേവ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഡെസ്ക്ടോപ്പിലാണോ എന്ന് കിടക്കുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. മാത്സ് ആക്ടിവിറ്റി 2. ഇപ്രകാരം നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ അല്ലെങ്കിൽ ഏതൊരു പി ഡി എഫ് ഫയലിൻ്റെയും ഒരു നിശ്ചിത പോർഷൻ സ്ക്രീൻഷോട്ടായി നമുക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഇത് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് പല രീതിയിൽ ഉപയോഗിക്കാം. കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ പാഠപുസ്തകത്തിലെ ചോദ്യം അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്നതിന് വേണ്ടിയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. സ്ക്രീനിൻ്റെ ഞാൻ ഈ കാണുന്ന ഈ ഒരു കളർഫുള്ളായിട്ടുള്ള കൂണിൻ്റെ ചിത്രമാണ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അതും ചെയ്യാം. ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എടുക്കുക. അവിടെ സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്ന് കൊടുക്കുക. നമ്മൾ ഇത്രയും പോർഷനാണ് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ അതും നമുക്ക് വരും. ഞാനിവിടെ A1 എന്ന് കൊടുക്കുന്നു, സേവ് എന്ന്. ഇപ്പോൾ ഇവിടെ ആ ഫയലായി. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ എനിക്ക് ഇത് വേറൊരു പോർഷനിൽ വേറൊരു ആവശ്യകതയ്ക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു, എനിക്കിതൊരു ഫയലായിട്ട് സൂക്ഷിക്കണമെന്നുള്ള ആവശ്യകത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഉപയോഗത്തിന് വേണ്ടിയായിരിക്കും ഞാൻ ഈ സ്ക്രീൻഷോട്ട് ചെയ്ത്. ഇങ്ങനെ നമുക്ക് സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷൻ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ടായി സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അത് മെനുവിൽ ആപ്ലിക്കേഷൻ, ആക്സസറീസ്, അതിനകത്ത് സ്ക്രീൻഷോട്ട് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഗ്രാബ് ദ ഹോൾ സ്ക്രീൻ എന്ന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ മുഴുവൻ സ്ക്രീന്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ക്രീനും ഒരു ഫയലായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് എന്നൊരു ഫയൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. അതൊരു ഫയലായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ട അതേ സ്ക്രീനിൻ്റെ ഒരു കോപ്പി നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ഫയലായി മാറിയിട്ടുണ്ട്. ഇപ്രകാരം നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ട് സ്ക്രീൻഷോട്ടുകൾ എടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ എടുക്കേണ്ട രീതി ഏത് മെനുവിലാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അത് നന്നായി മനസ്സിലാക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്നും മറ്റൊരു ട്യൂട്ടോറിയലിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.